ഇപ്പോൾ കേരളത്തിലെ റോഡുകൾ ഇവിടെ പറഞ്ഞില്ലേ, 800 കോടിയോളം രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അത് യാഥാർത്ഥ്യമാകുകയാണല്ലോ. റോഡുകൾ നേരത്തെ ഇവിടെ പ്രതിപാദിച്ച പാലങ്ങൾ, ഓവർബ്രിഡ്ജുകൾ, ഫ്ലൈ ഓവറുകൾ, അങ്ങനെ എന്തെല്ലാം മാറ്റങ്ങൾ. ഇതോടൊപ്പം തന്നെ നമ്മൾ ഓരോ പ്രദേശത്തും നോക്കിയാൽ സ്കൂളുകൾ അടഞ്ഞു പോകുമെന്ന് കണക്കാക്കിയ സ്കൂളുകളെല്ലാം നവീകരിക്കപ്പെട്ടില്ലേ? കുട്ടികൾക്ക് സ്മാർട്ട് ക്ലാസ് റൂമിലിരുന്ന് പഠിക്കാൻ കഴിയല്ലേ? ആധുനിക ലാബ് സൗകര്യമടക്കമല്ലേ വരുന്നത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാര്യങ്ങളടക്കം പഠിക്കുകയല്ലേ കുട്ടികൾ? എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായത്? നമ്മുടെ സംസ്ഥാനത്ത് 2016 മുൻപ് 1000-ഓളം സ്കൂളുകളായിരുന്നു അടഞ്ഞു പോകുന്ന അവസ്ഥയിലുണ്ടായിരുന്നത്. ഇനി പൊതുവിദ്യാഭ്യാസം ആകെ തകർന്നു പോകുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നു. എല്ലാ ഗവൺമെൻറ്റുകളുടെയും ബാധ്യതയായിട്ട് മാറ്റത്തെ കാണണ്ട. 2016 പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു പരിപാടി ആരംഭിച്ചു. ഒരു മിഷൻ പ്രവർത്തനം. എത്ര പണമാണ് ചെലവിട്ടത്? 5000 കോടി രൂപ. അതിൻ്റെ മാറ്റമല്ലേ എല്ലാ പ്രദേശത്തും കാണുന്നത്? ഇന്ന് രാജ്യത്തെ ഏറ്റവും മെച്ചപ്പെട്ട പൊതുവിദ്യാഭ്യാസം കേരളത്തിലാണ് എന്ന് നീതി ആയോഗ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ആരോഗ്യരംഗം, നമ്മുടെ ആശുപത്രികൾ എത്ര ദയനീയാവസ്ഥയിലായിരുന്നു. ആ ദയനീയാവസ്ഥയിലുള്ള ആരോഗ്യരംഗത്തെ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയാണ് ആർദ്രം മിഷൻ എന്നൊരു മിഷൻ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയത് മാത്രമല്ല, താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യം. ലോകത്ത് പല സമ്പന്ന രാഷ്ട്രങ്ങളെയും കോവിഡ് മുട്ടുകുത്തിച്ചു. കോവിഡിൻ്റെ മൂർധന്യ ദശയിലും നാം ഒരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങളെ തകർക്കാൻ കോവിഡിന് കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ആ ഘട്ടത്തിലും നമ്മൾ ഒരുക്കിയ സൗകര്യങ്ങൾ മുന്നിട്ട് നിന്നു. ആ ഘട്ടത്തിലും ആശുപത്രികളിൽ ബെഡ് ഒഴിവുണ്ടായിരുന്നു, ഓക്സിജൻ ബെഡ് ഒഴിവുണ്ടായിരുന്നു, ICU ബെഡ് ഒഴിവുണ്ടായിരുന്നു. എന്തിനധികം പറയുന്നു, വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു. കോവിഡിനെ കണ്ടുകൊണ്ട് തയ്യാറാക്കിയതല്ല നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ചികിത്സിക്കാനുള്ള സൗകര്യം വേണം. ജനങ്ങളെ കണ്ടുകൊണ്ട് തയ്യാറാക്കിയത്. ആരോഗ്യരംഗത്ത് വന്ന മാറ്റം നോക്കണം. ഇപ്പോൾ നവജാത ശിശുക്കളുടെ മരണനിരക്ക് നമ്മുടെ കേരളം രാജ്യത്തിന് മുന്നിൽ അഭിമാനകരമായ നേട്ടം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. എന്നാൽ ലോകരംഗത്ത് നടക്കുന്ന കാര്യങ്ങൾ നോക്കണം. ലോകത്ത് അമേരിക്കയാണല്ലോ ഏറ്റവും സമ്പന്ന രാഷ്ട്രം. അവരുടെ നവജാത ശിശുമരണ നിരക്ക്
5.6. നമ്മുടേതോ 5 എന്ന് പറഞ്ഞാൽ അമേരിക്കയെ കവച്ചു വെക്കുന്ന ഒരു നാടായി നമ്മുടെ കേരളം മാറി എന്നർത്ഥം. ഇതുതന്നെയാണ് മാതൃഭരണ നിരക്കിലും കാണാൻ സാധിക്കുക. ഇതുപോലുള്ള അഭിമാനകരമായ നേട്ടങ്ങൾ നമുക്കെങ്ങനെയാണ് നേടാൻ കഴിഞ്ഞത്? ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിൻ്റെ ഖജനാവിൻ്റെ ശേഷി മാത്രം ഉപയോഗിച്ച് പദ്ധതികൾ നടപ്പാക്കുകയായിരുന്നുവെങ്കിൽ എത്രയോ ദശാബ്ദങ്ങൾ പിന്നിട്ടാലേ പലതും പ്രാവർത്തികമാക്കാൻ പറ്റൂ. നമ്മൾ അതിനായിട്ടൊരു പ്രത്യേക സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തി. അതിൻ്റെ ഭാഗമായാണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. ഇപ്പോൾ 2016 കിഫ്ബിയെ പുനർജീവിപ്പിക്കുമ്പോൾ 2021 ആകുമ്പോഴേക്ക് 50,000 കോടി രൂപയുടെ പദ്ധതികൾ ഏറ്റെടുക്കും, പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾ ഏറ്റെടുക്കുമെന്നാണ് കണ്ടിരുന്നത്. 21 ആയപ്പോൾ 50 അല്ല 62,000 കോടി രൂപയുടേത്. ഇപ്പോൾ നമ്മൾ 26-ൽ എത്രയായി? 90,000 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ ഏറ്റെടുത്തിരിക്കുന്നു. എല്ലാം നാട്ടിൽ വിവിധ രൂപത്തിൽ പ്രാവർത്തികമായിരിക്കുകയല്ലേ. എവിടെ തിരിഞ്ഞു നോക്കിയാലും കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാമല്ലോ. ഇതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. വലിയ തോതിലുള്ള വികസനം യാഥാർത്ഥ്യമാക്കാനായിരിക്കുന്നു. നടക്കില്ല എന്ന് കരുതി എഴുതിത്തള്ളിയത് നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിരിക്കുന്നു. എങ്ങനെയാണിത് സാധ്യമായത്? നാടും ജനങ്ങളും ഒരുമയോടെ ഐക്യത്തോടെ ഇതിനെല്ലാം കൂടെ നിന്നു.